ഭാവിയിലേക്കുള്ള പുതിയ താരങ്ങളെ കൈപിടിച്ചു വരുത്താൻ ഇത്തരത്തിലുള്ള ടൂർണമെന്റുകൾ സഹായകരമാവും. ഏറ്റവും ശ്രദ്ധേയമായ നിലയിൽ ഒരു സംസ്ഥാന തലത്തിലുള്ള ഒരു ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കാൻ ഈ ഗ്രാമം, ഈ നാട് തയ്യാറായതിൽ സന്തോഷമുണ്ട്. ഇതിന്റെ സംഘാടകരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. വളർന്നു വരുന്ന, നമുക്കറിയാം, കേരളത്തിന്റെ, ഇന്ത്യയുടെ കായിക ഭൂപടത്തിൽ വലിയ റെക്കോർഡുകൾ സൃഷ്ടിക്കേണ്ട താരങ്ങളിൽ പലരുമാണ് നിങ്ങൾ കൂടിയിരിക്കുന്നത്. കാരണം നിങ്ങളാണ് ഭാവിയുടെ വാഗ്ദാനം. ആ നിലയിൽ കേരളത്തിനും ഇന്ത്യക്കും കായിക ഭൂപടത്തിൽ വലിയ സ്ഥാനമുണ്ടാക്കാൻ നിങ്ങളുടെയൊക്കെ കഴിവുകൾ സഹായകരമാവട്ടെ. ആ നിലയിലുള്ള മികച്ച താരങ്ങളായി നിങ്ങൾ ഉയർന്നു വരട്ടെ. ജീവിതത്തിലും അതുപോലെ കളിക്കളങ്ങളിലുമെല്ലാം വലിയ വിജയം നിങ്ങൾക്കെല്ലാം ആശംസിച്ചുകൊണ്ട് ഈ ചാമ്പ്യൻഷിപ്പിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ച് ഈ സംസ്ഥാന തലത്തിലുള്ള മിനി ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. വിദ്യാഭ്യാസ പരിപാടികൾക്ക് അപ്പുറം കുട്ടികളുടെ മാനസികമായ എല്ലാ കായിക കലാകായിക പ്രവർത്തനങ്ങളെ പരിപോഷിപ്പിക്കാൻ മുന്നിട്ടിറങ്ങുന്നത് വളരെയധികം സന്തോഷം തോന്നിയിരുന്നു. സാധാരണ ഹാൻഡ്ബോൾ അറിയപ്പെടുന്നത് കണ്ണൂർ ജില്ലയിൽ തന്നെ വയക്കര സ്കൂളും അതുപോലെ തന്നെ പ്രിയപ്പെട്ട ദാമോദരൻ മാസ്റ്ററിലാണ്. അതൊക്കെ അറിയാം. ഈ ഹാൻഡ്ബോളിൽ കളിച്ച കുറെ കുട്ടികളെ അറിയാം. അവരിൽ ഇന്ന് ഏതെല്ലോ നിലയിൽ എവിടെയൊക്കെയോ ഉദ്യോഗസ്ഥരായി സേവനം അനുഷ്ഠിക്കുന്നവരാണ്. ഇന്റർനാഷണൽ അംഗീകാരമുള്ളതും ഏഷ്യൻ ഫെഡറേഷനും സൗത്ത് ഏഷ്യൻ ഫെഡറേഷനും അംഗീകാരമുള്ള സംഘടനയാണ് ഹാൻഡ്ബോൾ അസോസിയേഷൻ ഇന്ത്യ. അതിന്റെ ഭാഗമായിട്ടുള്ളതാണ് കേരള ഹാൻഡ്ബോൾ അസോസിയേഷൻ. കേരള ഒളിമ്പിക് അസോസിയേഷനും അംഗീകരിച്ചിട്ടുള്ള സംഘടനയാണ്. ഈ സംഘടന ശരിക്കും എല്ലാ ജില്ലകളിലും നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഈ ജില്ലാ ഹാൻഡ്ബോൾ അസോസിയേഷൻ ഈ മേഖലയിൽ മാത്രം ഒതുങ്ങിക്കൂടാതെ ഈ കണ്ണൂർ ജില്ലയിലെ ഇതര ഭാഗങ്ങളിൽ ഈ ഹാൻഡ്ബോളിന്റെ പ്രവർത്തനം എല്ലാ സ്കൂളുകളിലും പ്രാക്ടീസ് ഉണ്ടാവണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നമ്മൾ ആദ്യത്തെ കളിയിൽ ആരംഭിക്കുന്നത് മിനി ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പാണ്. ഈ മിനി ചാമ്പ്യൻഷിപ്പ് കളിച്ചാണ് ഞങ്ങളെപ്പോലൊക്കെ കളിച്ച് നാഷണലൊക്കെ കളിക്കേണ്ടി വന്നത്. ഈ കളിയിൽ നിന്ന് നിങ്ങൾ നിർത്തി പോവാതെ മിനി കഴിഞ്ഞാൽ സബ് ജൂനിയർ ഉണ്ട്, ജൂനിയർ ഉണ്ട്, സീനിയർ ഉണ്ട്. സംസ്ഥാനതല ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് സബ് ജൂനിയർ ഇവിടെ വെച്ച് നടത്തുവാൻ ഈ ഒരു സ്ഥലത്ത് ഞങ്ങൾ നമ്മുടെ സ്കൂളിനെ തിരഞ്ഞെടുത്തതിൽ ഞങ്ങൾക്ക് വളരെ ചാരിതാർത്ഥ്യമുണ്ട്. ഇങ്ങനെ ഒരു തീരുമാനം ഹാൻഡ്ബോൾ അസോസിയേഷന്റെ പ്രിയമുള്ളവരെടുത്തതിൽ നിങ്ങൾക്ക് പ്രത്യേകം നന്ദിയും അറിയിക്കുന്നു. ട്രൂലൈറ്റ് ഇംഗ്ലീഷ് സ്കൂൾ സ്പോർട്സിന് വളരെ പ്രാധാന്യം നൽകുന്നുണ്ട്. സാധാരണ CBSEയുടെ നിയമം അനുസരിച്ച് ഒരു സ്പോർട്സ് ടീച്ചറാണ് നമുക്ക് സ്കൂളിൽ വേണ്ടത്. എന്നാൽ നിങ്ങൾ പരിചയപ്പെട്ട 3 സ്പോർട്സ് ടീച്ചേഴ്സ് നമുക്ക് ഇവിടെ ഉണ്ട്. അത് തന്നെ വിളിച്ചറിയിക്കുന്ന ഒരു കാര്യം, സ്പോർട്സിന് അത്രയധികം പ്രാധാന്യം ഈ സ്ഥാപനം നൽകുന്നു എന്നുള്ളതാണ്. ഹാൻഡ്ബോളിൽ നിങ്ങളൊക്കെ ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാസ് ചെയ്യുമ്പോൾ എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം എന്ന് പറയുന്നത് ടീം വർക്കാണ്. ഒരാൾക്ക് ഒറ്റയ്ക്കൊന്നും നേടാൻ കഴിയത്തില്ല. ഒറ്റയ്ക്ക് അങ്ങ് നിന്ന് ഇന്നുവരെ ബോൾ കൊണ്ടുവന്ന് ഗോൾ പോസ്റ്റിലേക്ക് എറിയാനും കഴിയത്തില്ല.
പക്ഷെ ടീം വർക്ക് എന്ന് പറയുന്നത് ഒരുമിച്ച് വിജയത്തിലേക്ക് എത്തിക്കുന്നതാണ് എന്നുള്ളതാണ് അതിന്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത്.